ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോർ മല്ലൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന പോയമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് HSAയുടെ സിലബസിലുള്ള, അതുപോലെ തന്നെ നെറ്റിനും സെറ്റിനും കേട്ടറ്റിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന സോണറ്റ് 121 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ജോൺ ഡണ്ണിന്റെ എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന പോയത്തിലേക്ക് കടക്കാം. ജോൺ ഡൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹി ഈസ് എ വെരി ഫേമസ് മെറ്റാഫിസിക്കൽ പോയറ്റ്, ആൻഡ് ദിസ് പോം എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ഈസ് ദാറ്റ് മച്ച് ഫേമസ്. എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ഏതെങ്കിലും ഒരു സിലബസിൽ പഠിച്ചിട്ടുള്ള ഒരു പോയമായിരിക്കും. വളരെ രസകരമായി നമുക്ക് വായിക്കാൻ പറ്റുന്ന, ഒരുപാട് ആസ്വദിച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്. അത് ജോൺ ഡണ്ണിന്റെ പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ്. അതിപ്പോൾ കാനണൈസേഷൻ ആയാലും മറ്റ് പല സോണറ്റ്സ് ആയാലും ഒക്കെ ജോൺ ഡണ്ണിന്റെ പോംസ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളവയാണ്. ഇവിടെ എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്നത്, ദിസ് പോം ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് ഹാസ് ടു ഡു സംതിങ് വിത്ത് ഹിസ് പേഴ്സണൽ ലൈഫ്. Actually, the poem is addressed to his wife, Anne Moore. Anne Moore, later she became Anne Donne. ആൻഡ് ഇവർ തമ്മിലുള്ള പ്രണയവും അവരുടെ ഒളിച്ചോട്ടവും ഒക്കെ വലിയൊരു കോളുകളൊക്കെ സൃഷ്ടിച്ചിരുന്നു അക്കാലത്ത്. അപ്പം ജോൺ ഡൺ, വെൻ ഹി ഈസ് അബൌട്ട് ടു പാർട്ട് വിത്ത് ഹിസ് വൈഫ്, ഹാസ് ടോക്കിംഗ് സംതിങ് ടു ഹിസ് വൈഫ്. വളരെ പേഴ്സണലായിട്ട് വൈഫുമായിട്ട് കുറച്ചു കാലത്തേക്ക് ഒന്ന് വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്നപ്പോൾ ആ സമയത്ത് വൈഫിനോട് പറയുന്ന കാര്യങ്ങളാണ് ഈ പോയത്തിലുള്ളത്. അപ്പം ഇസാക്ക് വോൾട്ടൺ പറയുന്നത്, ഇസാക്ക് വോൾട്ടൺ ഇസ് ജോൺ ഡൺസ് ബയോഗ്രഫർ, ആൻഡ് അക്കോർഡിംഗ് ടു ഇസാക്ക് വോൾട്ടൺ, ജോൺ ഡൺ പാർട്ടഡ് ഫ്രം ഹിസ് വൈഫ് ടു ഗോ ടു ഫ്രാൻസ് വിത്ത് റോബർട്ട് ഡ്രൂറി. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഒരു പോയം എഴുതപ്പെടുന്നത്. 1611 or 1612 എന്ന് പറയപ്പെടുന്നു. 1611 എന്ന് തന്നെയാണ് കൂടുതലും പറയപ്പെടുന്ന ഡേറ്റ്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് വളരെ രസകരമാണ്. ദ പോയം ഹാസ് ആൻ എപ്പിസോഡിക് ബിഗിനിങ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മെറ്റാഫിസിക്കൽ ഇമേജ് ഓഫ് എ പെയർ ഓഫ് കോമ്പസസ്. നമുക്കറിയാം, മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് പറയുമ്പോൾ തന്നെ ദർ വിൽ ബി സം മെറ്റാഫിസിക്കൽ ഇമേജസ് ഓർ കൺസീറ്റ്സ്. ഒരുപാട് കൺസീറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് മെറ്റാഫിസിക്കൽ പോയിട്രി എഴുതപ്പെട്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കോമ്പാസ് ഇമേജ് ആണ് വരുന്നത്, നമുക്കറിയാം. അതുപോലെ മറ്റു പല പോംസിലും, ഇപ്പൊ ജോൺ ഡണ്ണിന്റെ തന്നെ ഡിഫറെന്റ് പോംസിൽ ഡിഫറെന്റ് കൺസീറ്റ്സ് വരുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ കോമ്പാസ് ഇമേജ് ആണ് ഇതിലെ കൺസീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പോയത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 36 ലൈൻസ് ആണുള്ളത്. ടോട്ടൽ 36 ലൈൻസ് ആണ്. ഓരോ സ്റ്റാൻസയും 4 ലൈൻസ് ആണ്. മീൻസ് ദാറ്റ് ദ പോം ഇസ് റിട്ടൺ ഇൻ quatrains ആൻഡ് ദർ ആർ 9 quatrains ഇൻ ദ പോം ആൻഡ് മേക്കിംഗ് ഇറ്റ് 36 ലൈൻസ് ഇൻ ടോട്ടൽ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ് ഇതിലെ റൈം സ്കീം. അതുപോലെ മീറ്റർ ആംബിക് ടെട്രാമീറ്റർ ആണ്. ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പോയത്തിലേക്ക് കടക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. A Valediction Forbidding Mourning by John Donne. We are moving on to the very first stanza. As virtuous men pass mildly away and whisper to their souls to go, whilst some of their sad friends do say, the breath goes now, and some say no. The poet compares the separation of the two lovers with the parting with the soul of a virtuous man. വളരെ വേർച്വസ് ആയിട്ടുള്ള ആളുകൾ, വേർച്വസ് മീൻസ് മോറലി ഗുഡ് ആയിട്ടുള്ള ആളുകൾ, മഹാന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്നത് വളരെ മൈൽഡ് ആയിട്ടാണെന്നാണ് പറയുന്നത്. ദെയർ ഡിപ്പാർച്ചർ ഫ്രം ദ സോൾ ഈസ് എ മൈൽഡ് ആക്ടിവിറ്റി, ആൻഡ് ദേ വിൽ വിസ്പർ ടു ദെയർ സോൾസ് ടു ഗോ. ദേ വിൽ ടെൽ ദെയർ സോൾസ് ഇൻ എ വിസ്പറിംഗ് സൗണ്ട് ടു ഗോ അവേ ഫ്രം ദെയർ ബോഡി. എന്റെ ശരീരത്തിൽ നിന്നും അകന്നു പോയെന്ന് അവർ ആത്മാവിനോട് മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിസ്പോ എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് അവരുടെ മരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ക്ലിയർ ആവാതിരിക്കുകയും അത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾ അവര് മരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലിരിക്കുകയും ചെയ്യും. അതാണ് നെക്സ്റ്റ് 2 ലൈൻസിൽ പറയുന്നത്. വൈൽസ്റ്റ് സം ഓഫ് ദെയർ സാഡ് ഫ്രണ്ട്സ് ഡു സേ. വൈൽസ്റ്റ് മീൻസ് വൈൽ അറ്റ് ദാറ്റ് ടൈം their friends who are sad at their departure
അവരുടെ ആ മരണത്തിൽ സങ്കടപ്പെടുന്നവരുടെ ദുഃഖാർത്ഥരായ അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് ദ ബ്രെത്ത് ഗോസ് നൗ ആൻഡ് സം സേ നോ. ഇതാ അയാൾ മരിച്ചു, അയാളുടെ അവസാന ശ്വാസം പോയി കഴിഞ്ഞു എന്ന് കുറച്ചാളുകൾ പറയുമ്പോൾ കുറച്ചാളുകൾ പറയുന്നില്ല, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഹി സ്റ്റിൽ ബ്രീത്ത്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈവൻ ഇഫ് വെദർ ഹീസ് ബ്രീതിങ് ഓർ നോട്ട് എന്നുള്ള ഒരു കാര്യം പോലും നമുക്ക് ക്ലിയർ ആവുന്നില്ല. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മരണം എന്നുള്ള ഒരു പ്രക്രിയ ഒരു വെർച്വസ് മാനെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെപ്പറേറ്റഡ് ആവേണ്ടത്, തൽക്കാലത്തേക്കെങ്കിലും പിരിയേണ്ടത് എന്നാണ് സ്പീക്കർ പറയുന്നത്. And a speaker can be a husband or a lover. He says that as virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now and some say no. Next stanza il parayunnathu, so let us melt and make no noise, no tear floods, no sight tempests move. It were profanation of our joys to tell the lady our love. Appo adupole as virtuous men pass mildly away, so let us melt. അവരെങ്ങനെയാണ് വളരെ മൈൽഡായിട്ട് മരിച്ചു പോകുന്നത്, അതുപോലെ നമുക്കും മെൽറ്റ് ചെയ്തുകൊണ്ട് പാർട്ട് ചെയ്യാം. ആൻഡ് മേക്ക് നോ നോയ്സ്, വി ഷുഡ് നോട്ട് മേക്ക് എനി നോയ്സ്, വി ഷുഡ് നോട്ട് മേക്ക് ടിയർ ഫ്ലഡ്സ്, വി ആർ നോട്ട് സപ്പോസ് ടു മേക്ക് സൈറ്റ് ടെമ്പേഴ്സ്. ടിയർ ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീരാകുന്ന വെള്ളപ്പൊക്കമാണ്. സൈറ്റ് ടെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പാകുന്ന കൊടുങ്കാറ്റ്. അപ്പൊ വെറുതെ നമ്മൾ ഒരുപാട് ബഹളം വെച്ചിട്ടോ കരഞ്ഞിട്ടോ നെടുവീർപ്പിട്ടിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. നമ്മൾ ഈ പിരിയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരു ആവശ്യത്തിനാണ്. അപ്പൊ ആ ഒരു ആവശ്യത്തിനായതുകൊണ്ട് തന്നെ അനാവശ്യമായ ബഹളങ്ങളോ കരച്ചിലുകളോ ഒന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണോ വളരെ വോച്ചസ് ആയ ആളുകൾ മരിച്ചു പോകുന്നത് അതുപോലെ വളരെ സോഫ്റ്റായി നമുക്കങ്ങ് പിരിയാം. നോ ടിയർ ഫ്ലഡ്സ്. ടിയർ ഫ്ലഡ്സ് എന്നുള്ളിടത്തും സൈഡ് ടെമ്പേഴ്സ് എന്നുള്ളിടത്തും എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർബോളി എന്നുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് അവിടെ വരുന്നത്. ഇറ്റ് വാസ് profanation of our joys to tell the lady our love. ഇനി നെക്സ്റ്റ് ലൈൻസിൽ സ്പീക്കർ പറയുന്നത് സാധാരണക്കാരോട് നമ്മുടെ പ്രണയം പറയാന്ന് പറയുന്നത്, അവരോട് നമ്മുടെ പ്രണയം അറിയിക്കാന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഫനേഷൻ ആണ്. പ്രൊഫനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമായ കാര്യം അല്ലെങ്കിൽ കുറച്ച് സീക്രട്ട് അല്ലാത്ത കാര്യം, അതായത് വളരെ പരിശുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഇതുപോലെയുള്ള ഈ ഒരു പ്രണയത്തെ നാലാളെ അറിയിക്കുന്നത്, ഈ ഒരു വേദനയെ നാലാളെ അറിയിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണ്, ആ ഒരു സീക്രട്ട് അല്ലാത്തൊരു കാര്യമാണ് എന്നാ പറയുന്നത്. അപ്പൊ ഈ പ്രണയം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹമുള്ള ആളുകൾ അവർ വളരെ പരിശുദ്ധാത്മാക്കളാണെന്നും അവരെന്തോ ഒരു വലിയ പ്രീസ്റ്റ് ആണ് എന്നുള്ളൊരു ഭാവം. ഇപ്പൊ കാനണൈസേഷനിലൊക്കെ പറയുന്ന പോലെ പ്രീസ്റ്റ് ലൈക്ക് ക്വാളിറ്റീസ് ഉള്ള പരിശുദ്ധരായ ആളുകളാണ് ഈ കമിതാക്കൾ, ഈ ഒരു ലവേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് പ്രൊഫനേഷൻ ആണ്, സംതിങ് നോട്ട് സീക്രട്ട്, കുറച്ച് അത്രയും സീക്രട്ട് അല്ലാത്ത കാര്യമാണ്, അതല്ലെങ്കിൽ അതൊരു പൊല്യൂട്ടഡ് ആയ കാര്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇമ്പ്യൂരിറ്റി ഉള്ള കാര്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. So let us melt and make no noise, no tear floods, no sight tempests move. It were profanation of our joys to tell the lady our love. Lady എന്ന് പറഞ്ഞാൽ the common folk, സാധാരണക്കാരായ ആളുകൾ, layman. The speaker goes on. Moving of the earth brings harms and fears. Men reckon what it did and meant, but trepidation of the spheres, though greater far, is innocent. ഭൂമിക്കുണ്ടാവുന്ന ചെറിയ കുലുക്കങ്ങൾ, മൂവ്മെന്റ് ഓഫ് ദി earth, the moving of the earth, it brings harms and fears. അത് നമുക്ക് പലതരത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടാക്കുന്നു, വേദനകൾ ഉണ്ടാക്കുന്നു, ടെൻഷൻസ് ഉണ്ടാക്കുന്നു, ആപത്തുകൾ ഉണ്ടാക്കുന്നു. harms and fears. Men reckon, men thinks about that, men calculates what it is. ഭൂമി ഒന്ന് അനങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെന്താണ്, എന്താണ് ഇങ്ങനെ ഒരു കുലുക്കം അല്ലെങ്കിൽ ഒരു അനക്കം, എന്തെങ്കിലും ആപത്ത് വരാനുണ്ടോ, നമ്മളൊന്ന് ഭയക്കും. അതാണ് പറയുന്നത് men reckon what it did and meant, but at the same time when the other spheres move, we are not concerned about that, we are not bothered about that. മറ്റുള്ള ആകാശഗോളങ്ങളുടെ മൂവ്മെന്റ്, ചലനം, അത് നമ്മൾ ഒട്ടും ഭയക്കുന്നില്ല. ബിക്കോസ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലതകളില്ല, നമുക്ക് ടെൻഷൻസ് ഇല്ല. നമ്മളെ കൺസേൺ ചെയ്യുന്നത് ഈ ഒരു ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുപോലെ മറ്റ് ഗ്രഹങ്ങൾക്ക് സംഭവിക്കുന്ന മൂവ്മെന്റ്, മറ്റ് ആകാശഗോളങ്ങൾക്ക് സംഭവിക്കുന്ന ചലനങ്ങൾ, അത് വളരെ വലുതാണെങ്കിലും അത് ഇന്നസെന്റ് ആണ്. നമ്മുടെ കേസിൽ അത് വളരെ ഇന്നസെന്റ് ആയി കടന്നു പോകുന്നു, നമ്മളെ അത് ബാധിക്കുന്നേയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് അല്ല. Then he goes on, dull sublunary lovers love, whose soul is sense,
cannot admit absence because it does remove those things which elemented it. സാധാരണക്കാരായ ആളുകളുടെ പ്രണയം dull love. Their love is dull and their love is sublunary lovers love. Sublunary means it is earthly എന്നുള്ള അർത്ഥം. It is under the moon എന്നുള്ള അർത്ഥം. അപ്പോൾ സാധാരണക്കാരുടെ പ്രണയം എന്ന് പറയുന്നത് earthly things or common lovers എന്ന് പറയുന്നത് അവരുടെ പ്രണയത്തിന് ഒരിക്കലും ആബ്സെൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് their soul is sense. അവരുടെ ആത്മാവ് എന്ന് പറയുന്നത് അവരുടെ സെൻസ് ആണ്, അവരുടെ സെൻസ് ഓർഗൻസ് ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. കാണുക, കേൾക്കുക, എപ്പോഴും സ്പർശിക്കുക, ഇതിലൊക്കെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ they can never admit absence. അത്തരം പ്രണയങ്ങൾക്ക് ഒരിക്കലും ആബ്സെൻസിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഒരാള് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ആ പ്രണയിതാവിന്റെ, ആ കമിതാവിന്റെ സാമീപ്യമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സാമീപ്യം എപ്പോൾ ഇല്ലാതാവുന്നു അപ്പൊ അയാൾക്ക് ആ ഒരു സെൻഷ്യൽ പ്ലഷേഴ്സ് ഇല്ലാതാവുകയും അതോടെ അയാളുടെ പ്രണയം ഇല്ലാതാവുകയും ചെയ്യും. അത്രയ്ക്കേ ഉള്ളൂ. സെൻഷ്യൽ ആയിട്ടുള്ള പ്ലഷേഴ്സിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ സെൻസ് ഓർഗൻസ് നമ്മുടെ മുന്നിൽ നിന്ന് റിമൂവ്ഡ് ആവുന്ന ആ ഒരു മൊമെന്റിൽ, ആ ഒരു മാത്രയിൽ തന്നെ നമുക്ക് ആ ഒരു പ്രണയം ഇല്ലാതാവും. അതാണ് ഇവിടെ പറയുന്നത്, ഡൾ സബ്ലുണാറി ലവേഴ്സ് ലവ് ഇറ്റ് കനോട്ട് അഡ്മിറ്റ് ആബ്സെൻസ് ബിക്കോസ് ഇറ്റ് വിൽ റിമൂവ് ദോസ് തിങ്സ് വിച്ച് കോസ്ഡ് ഇറ്റ്. ഇപ്പൊ സാധാരണക്കാരുടെ പ്രണയം എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ് അകന്നിരിക്കുമ്പോൾ, സെൻസസ് അകന്നിരിക്കുമ്പോൾ അത് ഇല്ലാതാവും. കാരണം ആ പ്രണയം എന്ന് പറയുന്നത് സെൻസിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൻ ദ സെൻസ് ഓർഗൻസ് ആർ റിമൂവ്ഡ് ദ ലവ് ഓൾസോ വിൽ ഡിമിനിഷ്. Because these organs or these aspects are the things which elemented it. Elemented means which caused it or which made it. ഈ പ്രണയത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇത്തരം സെൻസ് ഓർഗൻസിന്റെ സാമീപ്യം കൊണ്ടാണ്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സെൻസിനോടുള്ള ഈ ഒരു ഇന്ദ്രിയങ്ങളോടുള്ള വല്ലാത്ത താല്പര്യം കൊണ്ടാണ് ഈ പ്രണയം ഉണ്ടായിട്ടുള്ളത് തന്നെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ബട്ട് വി ബൈ എ ലവ് സോ മച്ച് റിഫൈൻഡ് that ourselves know not what it is, indifferent of the mind, careless eyes, lips and hands to miss. പക്ഷെ നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് ആണ്, സോ മച്ച് റിഫൈൻഡ് ദാറ്റ് അവർ സെൽസ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്. അത്രമാത്രം റിഫൈൻഡ് ആണ്. എത്രമാത്രം എന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയില്ല ഇത് എത്രമാത്രം വലിയൊരു പ്രണയമാണെന്ന്. നമ്മൾ അറിയാത്തൊരു തലത്തിലേക്ക് നമ്മുടെ പ്രണയം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻഡിറേഷേർഡ് ഓഫ് ദ മൈൻഡ്, ഇത് നമ്മുടെ മനസ്സുകളുടെ പരസ്പര പൊരുത്തമാണ്, പരസ്പര സമ്മതമാണ്. ഇൻഡിറേഷേർഡ്, അഷ്വറൻസ് മീൻസ് സമ്മതം. ഇറ്റ് ഈസ് എ ഷുവർ കൈൻഡ് ഓഫ് ലവ്. ഇറ്റ് ഹാസ് ബീൻ അഷ്വേർഡ് ബൈ ബോത്ത് അവർ മൈൻഡ്സ്. സോ ഇഫ് വി മിസ് ദി ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ്, വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്. ഈ ചെറിയ ചെറിയ നഷ്ടങ്ങളെ, അതായത് നമുക്കെപ്പോഴും ഈ കൈകളെ, ഈ കണ്ണുകളെ, ഈ ചുണ്ടുകളെ ഒക്കെ മിസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ അത് ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ചുണ്ടിനെയോ കൈയിനെയോ കണ്ണുകളെയോ മാത്രമല്ല പ്രണയിക്കുന്നത്, ഈ ആളുടെ ആത്മാവിനെയാണ്. Our soul is not sense, but the dull sublunary lovers, their soul is sense. Our soul is our love, spiritual love. നമ്മൾ പ്രണയിക്കുന്നത് ആത്മാർത്ഥമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് കണ്ണുകളെയോ ചുണ്ടുകളെയോ കൈകളെയോ ഒക്കെ മിസ് ചെയ്യുന്നത് നമ്മൾ അത് വളരെ കെയർലെസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതൊക്കെ മിസ്സായാലും നമുക്ക് നമ്മുടെ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം our two souls therefore which are one, though I must go, enter not yet a breach but an expansion like gold to every thinnest beat. നമ്മുടെ രണ്ട് ആത്മാക്കളും ഒന്നാണ്. Our two souls are one. അതൊരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പാരഡോക്സ് ആണ് അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്. നമ്മുടെ രണ്ടാത്മാക്കളും ഒന്നാണ്. ദോ ഐ മസ്റ്റ് ഗോ, ഞാൻ പോയാലും എൻറ്റർ നോട്ട് യെറ്റ്, ഡോണ്ട് കൺസിഡർ ഇറ്റ് ബാഡ്, ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. എ ബ്രീച്ച്, ഇറ്റ് ഇസ് എ ബ്രീച്ച്, എ ഗ്യാപ്പ്, but an expansion. But we can make it an expansion like gold is expanded. ആ ഒരു ചെറിയ ഗ്യാപ്പിന്, ചെറിയ വിടവിന് സ്വർണത്തെ അടിച്ചു പരത്തുന്നത് പോലെ, വലിച്ചു നീട്ടുന്നത് പോലെ നമുക്ക് ഒരുപാട് വലുതാക്കാം. സ്വർണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നറിയാം, ഒരു മെറ്റൽ ആണ് നമുക്കറിയാം. അതിനെ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയും. ആ ഒരു ക്വാളിറ്റി പോലെ ആയിരിക്കണം നമ്മുടെ പ്രണയവും. അതിനെ നമുക്ക് അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും ഒക്കെ സാധിക്കണം. എങ്ങനെയാണോ ഗോൾഡിനെ എയറി തിന്നസിലേക്ക്, അത്രയും നേർത്ത കനത്തിലേക്ക് നമ്മൾ ചുരുക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു പരത്തി പരത്തി പരത്തി
തിന്നാക്കി അതിനെങ്ങനെയാണോ നീട്ടുന്നത്, അതുപോലെ ഈ ചെറിയ ഒരു ഗ്യാപ്പിന്, ഈ ഒരു സെപ്പറേഷനെ നമുക്ക് നീട്ടി 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 കൊണ്ടുപോകാൻ, അതായത് നേർത്ത പാളിയാക്കി നമ്മൾക്കിടയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുന്നില്ല. കാരണം നമുക്കൊന്നും നഷ്ടം വരാനില്ല. നമ്മൾ പ്രണയിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കണ്ടുകൊണ്ടല്ല. നമ്മൾ ഒരു വളരെ സ്റ്റാറ്റിക് ആയ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിന് എന്തൊക്കെ നഷ്ടം വന്നാലും ആ സ്നേഹം ഇല്ലാതാവുന്നില്ല. Our two souls therefore which are one, though I must go, ഞാൻ പോവുകയാണെങ്കിലും, enter not yet, don't be feel bad, a breach but an expansion like gold to airy thinness beat. ഇനി നമ്മുടെ ആത്മാക്കൾ ഒന്നാണെന്ന് പറഞ്ഞു. Our two souls therefore which are one, പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞു. If they be two, ഇനി അവ രണ്ടാണെങ്കിലും they are two so, അങ്ങനെ രണ്ടായിക്കോട്ടെ. എങ്ങനെയാണ് അവർ രണ്ടാവുന്നത്? So as stiff twin compasses are two, എങ്ങനെയാണോ രണ്ട് കോമ്പസിന്റെ രണ്ട് എൻഡ്, രണ്ട് ഫീറ്റ് എങ്ങനെയാണോ രണ്ടായിരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ആത്മാക്കളും രണ്ടായിരിക്കുന്നത്. They are two as stiff twin compasses are two. Thy soul is the fixed foot and mine is the moving foot. Thy soul, the fixed foot, makes no show to move, but doth if the other do. ഇനി ഈ രണ്ട് ആത്മാക്കളും രണ്ടാണെന്ന് തന്നെ വെക്കാം. അവരെങ്ങനെയാണ് രണ്ടാവുന്നത്? ലൈക്ക് ട്വിൻ കോമ്പാസസ് ആർ ടു. ഒരു കോമ്പാസിന്റെ രണ്ട് ലെഗ് പോലെയാണ് അവർ രണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മീൻസ് നമ്മൾ രണ്ടായിരിക്കുന്നത്. ഇതിൽ എന്റെ ആത്മാവും നിന്റെ ആത്മാവും ഏത് ഫുട്ടിനെയാണ്, അതായത് ഒരു കോമ്പസിന്റെ രണ്ട് ഫീറ്റ് എന്ന് പറഞ്ഞല്ലോ, ഏത് ഫുട്ടിനെയാണ് എന്റെ ആത്മാവും നിന്റെ ആത്മാവും പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറയാം. നിന്റേത് ഫിക്സഡ് ആയ ഫുട്ടും എന്റേത് മൂവിംഗ് ഫുട്ടുമാണ്. Thy soul, the fixed foot. And what is the fixed foot doing? It is standing stern and stiff, makes no show to move. അതൊരിക്കലും മൂവ് ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നേയില്ല. And mine will move. And if I move, your fixed part will move slightly. ഇനി ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ആ ഫിക്സഡ് ആയ ഭാഗം കുറച്ചൊന്ന് അനങ്ങിയേക്കാം, എന്നാലും അത് വളരെ സ്റ്റിഫ് ആൻഡ് സ്റ്റേൺ ആയി നിൽക്കുന്നു. ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെറുതായി അനങ്ങും, ചെറിയ ചില മൂവ്മെന്റ്സ് കാണിക്കും. That if the other do, that means does if the other do, the other end do. And though it in the center sit, yet when the other far doth roam, it leans and hearkens after it and grows erect as that comes home. ഇനി ഇത് വളരെ സെന്ററിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതായത് ഈ ഫിക്സഡ് ഫുട്ട് എന്ന് പറയുന്നത് എപ്പോഴും സെന്ററിലാണല്ലോ നിൽക്കുക ഒരു കോമ്പസിന്റെ. അങ്ങനെ അത് സെന്ററിലാണ് നിൽക്കുന്നത് എങ്കിലും, സെന്ററിൽ സിറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെന്ററിൽ ഇരിക്കുകയാണെങ്കിലും യെറ്റ് വെൻ ദി അതർ ഫാർ ഡത്ത് റോം, ഇതിന്റെ അതർ എൻഡ് ഒരുപാട് ദൂരേക്ക് ഇങ്ങനെ റോം ചെയ്യുമ്പോൾ, കറങ്ങി പോകുമ്പോൾ, ഇറ്റ് ലീൻസ് ആൻഡ് ഹേർക്കൻസ് ആഫ്റ്റർ ഇറ്റ്. നമുക്കറിയാം ഒരു കോമ്പസ് വെച്ചൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരെൻഡ് നമ്മളിങ്ങനെ റൗണ്ടിൽ കൊണ്ടുപോകും, മറ്റേ എൻഡ് നമ്മൾ ഫിക്സഡ് ആയിട്ട് സെന്ററിൽ വെക്കും, അല്ലെ, ഫോക്കസ് പോയിന്റിൽ വെക്കും, കേന്ദ്ര ബിന്ദുവിൽ വെക്കും. അങ്ങനെ ആ കേന്ദ്രത്തിൽ വെക്കുന്ന ആ ഒരു കോമ്പസിന്റെ പാർട്ട്, ആ ഒരു ഫിക്സഡ് ഫുട്ട് ചെറുതായി അനങ്ങുന്നത് എപ്പോൾ മാത്രമാണ്? ഈ സെക്കൻഡ് എൻഡ്, ഈ മൂവിങ് പാർട്ട് മൂവ് ചെയ്യുമ്പോൾ, ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സെന്ററിലുള്ള ഫിക്സഡ് ഫുട്ട് ഒന്ന് അനങ്ങുന്നത്. എന്നാലും അത് പലപ്പോഴും ഒന്ന് ലീൻ ചെയ്യുന്നുണ്ട്, ഒന്ന് ചെരിയുന്നുണ്ട്, ഹേർക്കൻ ചെയ്യുന്നുണ്ട്. ഹേർക്കൻ ചെയ്യാൻ ലിസൺ ചെയ്യുന്നുണ്ട്, അത് മറ്റേതിന് ചെവി കൊടുക്കുന്നുണ്ട്, മറ്റേതിന്റെ മൂവ്മെന്റിന് ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രോസ് ഇറക്റ്റ്, പിന്നെ അത് വീണ്ടും ഇറക്റ്റ് ആവും, സ്ട്രെയിറ്റ് ആവും. ആസ് ദാറ്റ് കംസ് ഹോം, സെക്കൻഡ് വണ് തിരിച്ചു വരും. അതായത് മൂവ്മെന്റ് ഉള്ള ഭാഗം തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വന്ന് ഇറക്റ്റ് ആവുമ്പോൾ അവിടെയുള്ള ഫിക്സഡ് ഫുട്ടും ഇറക്റ്റ് ആവും. അതുവരെ ചെറുതായി അതൊന്ന് സ്ലാൻഡ് ചെയ്ത് ഈ ഒരു മൂവ്മെന്റ് ഉള്ള ഈ ഒരു ഭാഗത്തിന്റെ കൂടെ മൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെന്റർ സീറ്റ് യെറ്റ് വെൻ ദി അതർ ഫാർ ഡത്ത് റോം, ഇറ്റ് ലീൻസ് ആൻഡ് ഹാർക്കൻസ് ആഫ്റ്റർ ഇറ്റ് ആൻഡ് ഗ്രോസ് ഇറക്റ്റ് ആസ് ദാറ്റ് കംസ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പസ് ഇമേജ് ആണ് നമ്മുടെ പ്രണയത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് ഈ ഒരു കോമ്പസ് ഇമേജ് പോലെ തന്നെയാണ്. വൺ അറ്റ് ദ സെന്റർ, സ്റ്റേൺ ആൻഡ് സ്റ്റിഫ്, ദി അതർ മൂവിംഗ് ആൻഡ് ദെൻ കമ്മിങ് ബാക്ക്, ദെൻ ബോത്ത് ഓഫ് ദം ആർ സ്ട്രെയിറ്റ് ആൻഡ് ഇറക്റ്റ്. സച്ച് വിൽ thou be to me, who must like the other foot obliquely run. Thy firmness makes my circle just and makes me end where I begun. ഇങ്ങനെയായിരിക്കും നീ എനിക്ക്. Who must like the other foot, ഇതുപോലെ
ഈ ഒരു ഒബ്ലിക്ലി റൺ ചെയ്യുന്ന, വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, സ്ലാൻഡിങ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതർ ഫുട്ടിനെ പോലെ ആണ് ഞാൻ. ഹൂ മസ്റ്റ് ലൈക്ക് ദി അതർ ഫുട്ട്. ഐ ആം ലൈക്ക് ദി അതർ ഫുട്ട് വിച്ച് മൂവ്സ് ഒബ്ലിക്ലി ആൻഡ് യു ആർ ലൈക്ക് ദ ഫിക്സഡ് ഫുട്ട്. Thy firmness makes my circle just. നിന്റെ ഫേംനെസ് ആണ്, നിന്റെ ഈ ഉറപ്പാണ്, നിന്റെ ഈ ഉറച്ച നൃത്തമാണ് എന്റെ സർക്കിളിനെ കംപ്ലീറ്റ് ആക്കുന്നത്. ഇറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഹെൽപ്സ് മീ ടു കംപ്ലീറ്റ് മൈ സർക്കിൾ and makes me end where I began. And when I understood that, or when I understand that, I will feel that I have come back to the place where I have already been. ഞാൻ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. Thy firmness makes my circle just and makes me end where I began. അപ്പോൾ നിന്റെ ആ ഒരു ഫേംനെസ് എനിക്ക് വളരെ നന്നായിട്ട് നോക്കാൻ കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഞാൻ വന്നിടത്തേക്ക് തന്നെ പോകാനും കഴിയും, അല്ലെങ്കിൽ ഞാൻ വന്നിടത്തേക്ക് തന്നെ എത്താനും കഴിയും. മേക്സ് മീ എൻഡ് where I began. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കാനും എനിക്ക് സാധിക്കും. അപ്പൊ അതിന് നീ എന്റെ കൂടെ വേണം. നീ എന്റെ കൂടെ ലീൻ ചെയ്തും ഹേർക്കൻ ചെയ്തും ഒപ്പം നിൽക്കണം. നീ പെട്ടെന്ന് ഞാൻ ഇറക്റ്റ് ആവുമ്പോൾ നീ ഇറക്റ്റ് ആവണം. നമ്മൾ ഒരുമിച്ച് ഈ ഒരു ടൈം കടന്നു പോകണം. എന്നിട്ട് നമ്മൾ പഴയ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ചെറിയൊരു സെപ്പറേഷനാണ്, പക്ഷെ അത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് സ്പീക്കർ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ പോം. ഇതാണ് പോം. സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിലെ തീംസ് എന്ന് പറയുന്നത് ഒരു ലവ് പോയമാണ്. അപ്പൊ പ്രണയമുണ്ട്, ദെൻ ഇതിൽ പറയുന്നത് സെപ്പറേഷൻ ഉണ്ട്. പ്രണയവും വേർപാടുമാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് തീമുകൾ എന്ന് പറയുന്നത്, ലവ് ആൻഡ് സെപ്പറേഷൻ. പിന്നെ ഡെത്തിനെ കുറിച്ചും ഇടയ്ക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലും കൂടി നമുക്ക് ആ ഒരു സെപ്പറേഷൻ എടുക്കാൻ പറ്റും. അതിലപ്പുറത്തേക്ക് ഇതൊരു പ്രണയ കവിതയാണ്. ആൻഡ് ദ മേജർ തീംസ് ആർ ലവ് ആൻഡ് സെപ്പറേഷൻ. ആൻഡ് ദ പോയം ഈസ് പ്രൈമറിലി ദ ലവ് ഓഫ് ദ സ്പീക്കർ വിത്ത് എ സിഗ്നിഫിക്കന്റ് അതർ, ഹിസ് വൈഫ്. ആൻഡ് ദോ ദേ ആർ ഗോയിങ് ടു പാർട്ട് ഡ്യൂ ടു their circumstances, their love will remain pure and true. And the poem is structured in 9 stanzas of 4 lines each, 9 quatrains, and thus making it a total of 36 lines. And the meter followed is iambic tetrameter without any exception. And there are many literary devices used in the poem, like alliteration is there, like thy soul, the fixed foot, makes no show, in which fixed foot, f is repeated. Makes no show to move, m is repeated. That is alliteration, repetition of the same consonant sounds in a sentence. ഫസ്റ്റ് സൗണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ വേർഡിന്റെയും ഫസ്റ്റ് സൗണ്ട് ആയിട്ട് വരുന്ന കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്യുക, അതാണ് alliteration. Then hyperbole is there, that I have told. Exaggerated statements, tear floods, side tempers എന്നൊക്കെ പറയുന്നിടത്ത് hyperbole ഉണ്ട്. Simile is there, the very first line, as virtuous men pass mildly away and whisper to their souls to go എന്ന് പറയുന്നിടത്ത് simile ഉണ്ട്. അതുപോലെ like gold to airy thinness beat എന്ന് പറയുന്നിടത്തും ഒരു സ്ഥലത്ത് ലൈക്കും ഒരു സ്ഥലത്ത് ആസും ഉപയോഗിച്ചുകൊണ്ട് simile വരുന്നുണ്ട്. Simile എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് എ poetic device in which as or like is used to compare two different objects. നാച്ചുറലായ കമ്പാരിസൺസ് ഒക്കെ പറയാൻ സിമിലി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കോൺസണൻസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ സെയിം ലൈൻ, സച്ച് ആസ് സ് സൗണ്ടിങ് കെയർലെസ്, ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. കെയർലെസ്, ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. സ് സൗണ്ട് ഈസ് repeated. That is consonants. Then metaphor is used. Donne has used extended metaphors in this poem. ഒരുപാട് മെറ്റഫേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹി കമ്പയേഴ്സ് ടിയേഴ്സ് ആൻഡ് സൈസ് ടു എ ടെമ്പസ്റ്റ്. സൈസിന് ടെമ്പസ്റ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടിയറിന് ഒരു കണ്ണുനീര് കൊണ്ടുള്ള പുഴ പോലെ ഒരു ടിയർ ഫ്ലഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ പാരഡോക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. പാരഡോക്സ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് മേ സീൻ കോൺട്രാഡിക്ടറി യെറ്റ് ക്യാൻ ബി ട്രൂ ഓർ അറ്റ്ലീസ്റ്റ് മേക്സ് സെൻസ്. അപ്പൊ നമുക്ക് ഒറ്റ തവണ കേൾക്കുമ്പോൾ ശരിയല്ല, ഇതെങ്ങനെ മാച്ച് ആവും അല്ലെങ്കിൽ ഇതെങ്ങനെ റെഡി ആവും നമ്മൾ ചിന്തിക്കുകയും അതേസമയം വീണ്ടും ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന ചില തോട്ട്സ് ഉണ്ട്. അതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഹി ഹാസ് യൂസ് ദിസ് ഡിവൈസ് ബൈ എക്സ്പ്ലെയിനിങ് ദാറ്റ് ദോ ദെയർ സോൾസ് ആർ വൺ, ദേ ആർ ടു സെപ്പറേറ്റ് ബീയിങ്സ് എന്നാണ് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ഒന്നാണെങ്കിലും അവർ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബീയിങ്സ് തന്നെയാണ്. രണ്ടുപേരും രണ്ട് ജീവൻ ആണ്, രണ്ട് ജീവിതങ്ങൾ ആണ്. അപ്പൊ ഒരേ ലൈനിൽ തന്നെ രണ്ടുപേരും ഒന്നാണെന്നും രണ്ടുപേരും രണ്ടാണെന്ന് പറയുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പാരഡോക്സ്.
Then there is end rhyme. End rhyme is used to make the poem melodious. കവിതയെ ഒന്ന് മെലോഡിയസ് ആക്കാൻ, ഒന്ന് മൃദുവാക്കാൻ, സോഫ്റ്റ് ആക്കാനാണ് end rhyme ഉപയോഗിക്കുന്നത്. End rhyme occurs with the second and third lines. And again, within the second and fourth lines. ഈ പോയത്തിൽ ഫോർ എക്സാമ്പിൾ away, say, go, now ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് end rhyme എന്ന് പറയുന്നത്. അതിലെ റൈമിംഗ് വേർഡ്സ് ആണ് away, say, go and now. അപ്പോൾ പോയത്തിന് മെലോഡിയസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് end rhyme എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള പോയറ്റിക് ഡിവൈസുകളുണ്ട്. ദെൻ മെനി സിംബൽസ് ആർ ദർ, ഇമേജസ് ആർ ദർ, ഇമേജറി വരുന്നുണ്ട്, സിമിലി മെറ്റഫറും വരുന്നുണ്ട്, ഹൈപ്പർബലി വരുന്നുണ്ട്, അതുപോലെ അലിറ്ററേഷൻ വരുന്നുണ്ട്, കോൺസണൻസ് വരുന്നുണ്ട്. ഇത്തരം പോയറ്റിക് ഡിവൈസുകളൊക്കെ പോയത്തിലുണ്ട്. ഇതിനപ്പുറത്തേക്കും ചില പോയറ്റിക് ഡിവൈസുകൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഈ പോയത്തിൽ സിനെക്ഡക്കി എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ്, ഒരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. അത് വരുന്നത് കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ് എന്ന് പറയുന്ന ലൈനിലാണ്. സിനെക്ഡക്കി മീൻസ് ഇറ്റ് ഈസ് എ പോയറ്റിക് ഡിവൈസ് ഇൻ വിച്ച് ദ പാർട്ട് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഹോൾ ആൻഡ് വൈസ് വേഴ്സ. ഒരു പാർട്ടിനെ ഹോളായും ഹോളിനെ പാർട്ടായും ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് സിനെക്ഡക്കി എന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത്. അപ്പൊ ഇവിടെ ഹാൻഡ്സ്, ലിപ്സ്, അതുപോലെ ഐസ് എന്നൊക്കെ പറയുന്നത് ആ ആളെ കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ആ ആളെ മിസ് ചെയ്യുന്നതും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോം വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാൻസുകൾ, അതിലെ നമ്പർ ഓഫ് ലൈൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, അതിലെ മീറ്റർ, അതിലെ റൈം സ്കീം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിലെ മീറ്ററും റൈമും അതുപോലെ പോയറ്റിക് ഡിവൈസുകളും, പിന്നെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ദെൻ ജോൺ ഡണ്ണിനെ കുറിച്ച്, പിന്നെ എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സാമ്പിൾ ഏതാണ്, ഈ പോയത്തിലെ കൺസീറ്റ് ഏതാണ്, കോമ്പസ് ഇമേജ് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ എന്തൊക്കെയാണ് അതർ ഫീച്ചേഴ്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. ചിലപ്പോഴൊക്കെ അബ്രപ്റ്റ് ബിഗിനിങ് ആയിരിക്കും മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വേർഡ്സ്, വലിയ ഒരു ലാർജ് രജിസ്റ്റർ തന്നെ അവർ യൂസ് ചെയ്യും. ഒരുപാട് ഡിസിപ്ലിൻസിൽ നിന്നും കടമെടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ജോൺ ഡൺ പ്രത്യേകിച്ചും മറ്റു പല ഏരിയകളിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ കൺസീറ്റ് ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇതിലുള്ള ആ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും കൂടുതൽ, ഫീലിങ്ങിനേക്കാളും കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രി, എങ്ങനെയാണ് വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ഒരു മെറ്റാഫിസിക്കൽ പോയട്രി ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. And that's all about the poem A Valediction Forbidding Mourning. ഞാൻ വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക്, ഇതുപോലെ പല പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഈ ഒരു ലേണിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോം. താങ്ക് യു.